മന്തി വായിൽ വെച്ച് എങ്ങനെയുണ്ട്? അടിപൊളിയാ? എരിയുണ്ടാ? ഇത്തിരി എരിവ് കൂടിയാ? അങ്ങനെ ഇരിക്കുമ്പോഴാ ടേസ്റ്റ്. എങ്ങനെയുണ്ട്? ഹായ് ഓൾ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ സാധാരണ രീതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും എൻ്റെ വീട്ടിൽ സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഇത് വ്ളോഗാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർ പറയുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഹെയർ കെയർ മാത്രമല്ലാതെ കുഞ്ഞു കുഞ്ഞു വ്ളോഗും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നൂടെ എന്നുള്ളത്. അപ്പോൾ ഞാൻ അത് പരിഗണിച്ചിട്ട് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ കാണിച്ചു തരുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് എനിക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കണത് പുതിന ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ. പലരും പല രീതികളിലായിരിക്കും പുതിന ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുതിന ചമ്മന്തിയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ അടുപ്പത്ത് ഒരു പാൻ വെക്കുന്നുണ്ട്. പാനിൽ വെള്ളമായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തപ്പോൾ പടപടേന്നങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൽ വീഴാതിരുന്നത് ഭാഗ്യം. ഇനി എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് വെളുത്തുള്ളി, അതേപോലെ തന്നെ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു സ്പൂൺ നിറച്ചു നമ്മുടെ ഉഴുന്ന് പരിപ്പുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പുതിന ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ നമ്മുടെ പുതിനേൻ്റെ പച്ചമണം ഫുള്ളായിട്ട് മാറണം, അല്ലെങ്കിൽ ഒരു പച്ച ചൊയ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലപോലെ വഴറ്റിയെടുക്കുക നമ്മുടെ പുതിന കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിനയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മുടെ തേങ്ങ ചിരവീതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ചിരവീത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇലകൾ ചേർത്തിട്ട് തേങ്ങ പച്ചയ്ക്ക് തന്നെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പലരും പല രീതികളിലാണ് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കുക കേട്ടോ. ശരിക്കും നമ്മൾ മിക്സിയിൽ ഇത് അരയ്ക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം ചേർക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരും. പക്ഷേ കല്ലിലൊക്കെ നമ്മൾ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ പരുവും ടേസ്റ്റും അങ്ങനെ തന്നെ കിട്ടും കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ അമ്മായിമാരൊക്കെ ഇങ്ങനെ, എൻ്റെ ആര്യമാരൊക്കെ ഇങ്ങനെ കല്ലിൽ അരച്ച് തരും കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മിക്സിയിലാണ് കേട്ടോ അരയ്ക്കണത്. മിക്സിയിൽ അരയ്ക്കുന്നുണ്ട്. അരച്ചെടുത്ത് കഴിയുമ്പോൾ കുറച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഉരുണ്ട, അതായത് ബോള് മാതിരി പിടിക്കാൻ കിട്ടില്ല കേട്ടോ. കുറച്ച് വെള്ളമാണല്ലോ, എന്നാലും എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ഞാനതങ്ങോട്ട് ഉരുട്ടിയെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണത് നമ്മുടെ നെയ്തുക്കുട്ടൻ തന്നെയാണ് കേട്ടോ. അവൻ അങ്ങോട്ട് പൂഴിയിൽ കിടന്ന് മറിഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ മണ്ണിലൊന്നും കളിക്കാൻ വിടാറേ ഇല്ല, പക്ഷേ മണ്ണിലൊക്കെ കുട്ടികളെ കുറച്ച് കളിക്കാനൊക്കെ വിടണം, എന്നാലാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. കുഞ്ഞുനാളിലൊന്നും ഞാൻ അവനെ കാലിൽ പോലും മണ്ണാവാൻ അനുവദിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ഇരട്ടിയാണ് അവനിപ്പോൾ പൂഴിയിൽ കിടന്ന് മറിയണത് കേട്ടോ. എന്നിരുന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയാ? എരിയുണ്ടാ? ഇത്തിരി എരിവ് കൂടിയാ? അങ്ങനെ ഇരിക്കുമ്പോഴാ ടേസ്റ്റ്. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മുടെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വൈകുന്നേരത്തെ കുഞ്ഞൊരു പണിയാണ്. ഞാൻ ആദ്യം നമ്മുടെ വെസലൊന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. നമ്മുടെ കുഴൽ കിണറാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു വെസൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെസൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിലെ ടൈലും നമ്മുടെ വീട്ടിലെ ടൈലും അതേപോലെ തന്നെ ക്ലോസറ്റും ഒന്നും കറ പിടിക്കില്ല കേട്ടോ. നമ്മുടെ ടാപ്പുകളൊക്കെ കറ കെട്ടി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് നമ്മുടെ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു വെസൽ വെച്ചു. അപ്പം വീക്ക്ലി വൺസ്, ആഴ്ചയിൽ ഒരു തവണ നമ്മളിത് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ബാക്ക് വാഷ് ചെയ്യാണ്. ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഒരാഴ്ചത്തെ ഈ അഴുക്ക് വെള്ളം ഫുള്ളായിട്ട് പോണത് കണ്ടോ നിങ്ങൾ? ഈ അഴുക്ക് വെള്ളം ഫുള്ളായിട്ട് പോയിട്ട് വെള്ളം തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ബാക്ക് വാഷിൽ നിന്ന് മാറ്റിയിട്ട് റിൻസിലോട്ട് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ എത്രമാത്രം അഴുക്കാണ് വരുന്നത് എന്നുള്ളത്? ഇത് നമുക്കറിയണില്ല. വെള്ളം കാണുമ്പോൾ നല്ല പളപളാന്നാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല വെള്ളമാണെന്നുള്ളത്. പക്ഷെ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമാണിത്. ഈ ഒരു ചളിയാണ് നമ്മുടെ ടാപ്പിലും ക്ലോസറ്റിലും ഒക്കെ പിടിച്ച് നമ്മുടെ ക്ലോസറ്റും ടാപ്പും ഒക്കെ കേടുവന്ന് പോകാനും കറ പിടിക്കാനും ഒക്കെ ചെയ്യണത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് ബാക്ക് വാഷ് കഴിഞ്ഞിട്ടുണ്ട്, വെള്ളം തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി റിൻസിലോട്ട് ഇടുകയാണ്. റിൻസിലോട്ട് ഇട്ടാലും നമ്മുടെ വെള്ളം അഴുക്കായിട്ട് വരും കേട്ടോ. അത് ഒരുപാട് അഴുക്ക് വരില്ല, എന്നിരുന്നാലും കുറച്ച് അഴുക്ക് വെള്ളം വരും. അഴുക്ക് വെള്ളം പോയി വീണ്ടും തെളിഞ്ഞ് വരുമ്പോൾ സാധാ നമ്മൾ റിൻസിൽ നിന്ന് മാറ്റി ഫിൽറ്ററിലോട്ട് ഇട്ട് വെക്കുക. ഇങ്ങനെ പ്രോപ്പറായിട്ട് ആഴ്ചയിൽ ഒരു തവണ ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ അവരെനിക്ക് പറഞ്ഞു തന്നത്. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യണത്. ശരിക്കും ഞാൻ ബാക്ക് വാഷ് ആദ്യമായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും
അയ്യോ ഇത്രമാത്രം നമ്മുടെ വെള്ളത്തിന് അഴുക്കുണ്ടായിരുന്നോ എന്നുള്ളത് ഞാൻ തിരിച്ചറിയണത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ വീട് വെക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു വെസൽ വെക്കണം. വെസൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഇതിൻ്റെ ഇരട്ടി പൈസ ചിലവാക്കേണ്ടി വരും. നമ്മുടെ ക്ലോസറ്റിന് നമ്മുടെ ടാപ്പുകളൊക്കെ മാറ്റി മാറ്റി പണ്ടാരടങ്ങും നമ്മൾ. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ വെച്ച് 1 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ ഇത് വെക്കണത്. അത് വലിയ മണ്ടത്തരമായി എന്നുള്ളത് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ വിചാരിച്ചു തൊടിയും കൂടെ ഒന്ന് നനയ്ക്കാമെന്ന്. കാരണം ഭയങ്കര ചൂടാണല്ലോ. അപ്പം നമ്മൾ എല്ലാ ദിവസവും ചെടികൾ നനയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ ഫുള്ളും വാടിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നനച്ച് തുടങ്ങും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് തന്നെ നമ്മൾ പുതുതായിട്ട് വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ. ചെടികൾ എന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങ, ചക്ക, സപ്പോട്ട അങ്ങനെ തുടങ്ങി നമ്മുടെ നമ്മുടെ തെങ്ങ്, മുരിങ്ങക്കായ, അങ്ങനെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ചെടികൾ, അതേപോലെ തന്നെ കറിവേപ്പില, അങ്ങനെ വാഴ, അങ്ങനെയൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഞാൻ നട്ടിട്ടുള്ളത് നമ്മുടെ ഹൈബ്രിഡിൻ്റെ ആണ്. കാരണം വലിയ മരമൊക്കെ ആകുമ്പോൾ നമുക്ക് പാടല്ലേ, വേരിറങ്ങും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സാധാരണ കണ്ടുവരുന്ന ഒന്നാണ് ഹൈബ്രിഡ് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയാണ് എന്നുള്ളത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരൊറ്റ വർഷം, ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇത് വെച്ചത്. ഈ വർഷം തന്നെ മാങ്ങയാണെന്നുണ്ടെങ്കിലും ചക്കയാണെന്നുണ്ടെങ്കിലും സപ്പോട്ടയാണെന്നുണ്ടെങ്കിലും ഫുള്ളും കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ അതിന്ന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിയണോ അല്ലേ. ഒരു 4-5 വർഷം, 5-6 വർഷം, 5-6 വർഷമൊക്കെ കഴിഞ്ഞാലാണ് അതിന്ന് നമുക്കൊരു ചക്കയോ മാങ്ങയോ തേങ്ങയോ ഒക്കെ കിട്ടുക അല്ലേ. പക്ഷെ ഇപ്പോൾ കാലം മാറി എന്നുള്ളത് എത്ര വലിയ മാറ്റമാണ് എന്നുള്ളത് ശരിക്കും ഞാനിപ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വെറും ഒരു വർഷത്തിനുള്ളിലാണ് എനിക്ക് ഈ ചക്കയാണെന്നുണ്ടെങ്കിലും മാങ്ങയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സപ്പോട്ടയാണെന്നുണ്ടെങ്കിലും മുരിങ്ങക്കായ വരെ 1 വർഷത്തിനുള്ളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ എൻ്റെ ഇപ്പോൾ കായ്ച്ചിരിക്കുന്നത് നമ്മുടെ അൽഫോൺസയുടെ മാങ്ങയാണ് കേട്ടോ ഈ വർഷം കായ്ച്ചിരിക്കുന്നത്. ചക്കയും കായ്ച്ചിട്ടുണ്ട്. ചക്കയുടെ ടേസ്റ്റ് വേറെ ലെവലാണ്. അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് നനച്ച് വരുന്നത് കാണൂ. പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് തന്നെ പാടങ്ങളാണ്. ഞാൻ ഒരുപാട് തവണ ഇതൊക്കെ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നാലും ഇതിൻ്റെ ഭംഗി കാണുമ്പോഴേ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാനും നിങ്ങളെ കാണിക്കാതിരിക്കാനും തോന്നണില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം നനയ്ക്കുന്ന സമയത്ത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നതാണ് കേട്ടോ. നമ്മുടെ തൊട്ട് പുറകിലാണ് കേട്ടോ. നമ്മൾ വെളിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണുന്നത് ഈ ഒരു കാഴ്ചയാണ്. അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അടിപൊളിയാണ്. അത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും കേട്ടോ. ഇനി ഞാൻ എൻ്റെ മുരിങ്ങക്കായ കാണിച്ചു തരാം കേട്ടോ. നിറയെ കായകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് വെച്ച് ശരിക്കും ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പൂത്തു തുടങ്ങി കേട്ടോ. പിന്നെ കായകൾ ഉണ്ടായി തുടങ്ങി. 1 വർഷം തികഞ്ഞിട്ടില്ല അപ്പോഴത്തേക്കും തന്നെ കായകൾ ഉണ്ടായി. കഴിഞ്ഞ വർഷം തന്നെ കായ്ച്ചതാണ് കേട്ടോ. ഈ വർഷം ഒരുപാട് കായകൾ ഇതിലുണ്ടായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വലിയ മരമൊന്നും ആവില്ല. ഇത് കുഞ്ഞനാണ് കേട്ടോ. കുഞ്ഞൻ നമ്മുടെ മുരിങ്ങയുടെ മരമാണ് കേട്ടോ. കുഞ്ഞനാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. മതി, നമുക്കിത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാൻ പിന്നെ എക്സ്ട്രാ വെച്ചിരിക്കുന്ന കുറച്ച് തെങ്ങും ഇതൊക്കെ ഈ മാങ്ങ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് ഞാനൊരു കടയിൽ പോയപ്പോൾ മാങ്ങ വാങ്ങിച്ചു, കഴിച്ചു നോക്കി. ഭയങ്കര ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ കുത്തിയിട്ടതാണ് കേട്ടോ. അത് മുളച്ച് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അത് ഒന്ന് നനച്ച് കൊടുക്കണതാണ്. അത് സാധാ മരം ആയിരിക്കും എന്ന് വിചാരിക്കണം. ഹൈബ്രിഡ് ആയിരിക്കില്ല, സാധാ മരമാണെന്നാണ് ഞാൻ വിചാരിക്കണത്.
പിന്നെ ഈ ഒരു ചക്കമരം നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും, കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതും നമ്മൾ വെച്ച ഒരൊറ്റ വർഷമായിട്ടുള്ളൂ കേട്ടോ. 2ാമത്തെ വർഷം ഇതിൽ കായ്ച്ചു തുടങ്ങി. നമുക്ക് 4 കായകൾ, നമ്മളെ 4 ചക്കകളാണ് ഇതിൽ നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പം ഞാൻ ചക്ക മുറിച്ച് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. കുഞ്ഞൻ ചക്കയാണ് കേട്ടോ. പക്ഷേ ഇതിൽ വേസ്റ്റേ ഇല്ല. നമ്മൾ മെഡലുകളുണ്ടല്ലോ അതുപോലും ഇല്ല കേട്ടോ. ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ല. നല്ല മധുരമാണ് കേട്ടോ. നല്ല മധുരം എന്ന് വെച്ചാൽ നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. എന്താ പറയുക, എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഇതേപോലെ ചക്കയാണെന്നുണ്ടെങ്കിലും മാങ്ങയാണെന്നുണ്ടെങ്കിലും വാങ്ങിച്ച് വെക്കൂ കേട്ടോ. ഈ വർഷം നിങ്ങൾ വെച്ചോളൂ. ഈ ഒരു മഴക്കാലം വരുന്ന സമയത്ത് നിങ്ങൾ വെക്കൂ. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും തന്നെ അതിൽ കായ ഉണ്ടായി തുടങ്ങും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ ഒരു തൊടിയിൽ ഒരു ചക്കയോ മാങ്ങയോ ഒക്കെ വെച്ചോളൂ. ഒരു വർഷം കൊണ്ട് നല്ല മണി മാതിരിയുള്ള ചക്കച്ചുളകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ നനയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ നെയ്തുക്കുട്ടിൻ്റെ മുടിയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അവനെ ബാർബർ ഷോപ്പിലൊന്ന് കൊണ്ടുപോയി മുടിയൊക്കെ നല്ല വെട്ടി നല്ല സുന്ദര കുട്ടപ്പനാക്കാന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ അവനെയും കൊണ്ട് ബാർബർ ഷോപ്പിലോട്ട് പോയി കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ നല്ല കുറുമ്പനാണ് കേട്ടോ. ബാർബർ ഷോപ്പിൽ പോയാലും ഇപ്പം ഞാൻ കൂടെ പോകുമ്പോഴാണ് കേട്ടോ ഈ പ്രശ്നം പറയണത്. ഒരു തരി അനുസരിക്കാതെ അവിടെ കുറുമ്പ് കാണിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വഴിക്ക് നമ്മൾ മുടിയൊക്കെ വെട്ടി സുന്ദരക്കുട്ടപ്പനാക്കി അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. പിന്നെ രാത്രിയുള്ളതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇവനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുളിപ്പിക്കുകയും വേണം. വൈകുന്നേരം നമ്മൾ തലയൊക്കെ കഴുകി കഴിഞ്ഞാൽ കുട്ടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോൾഡ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നാൽ സമയം പോകുമല്ലോ എന്നോർത്ത് പിന്നെ അങ്ങോട്ട് ഒന്നും തന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരെയും പോലെ തന്നെ എൻ്റെയും സാധാരണപ്പെട്ടൊരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. ഇനിയും ഇതേപോലെയുള്ള വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം.